നമസ്കാരം. STV ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. വോട്ടർ പട്ടിക അട്ടിമറി. രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾ സ്ഫോടനാത്മകമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴിവിട്ട് പ്രവർത്തിക്കുന്നു. ബീഹാർ വോട്ടർ പട്ടിക പുനർക്രമീകരണത്തിൽ SIR എടുക്കുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളോട് ചർച്ച നടത്തണമായിരുന്നുവെന്നും MA ബേബി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നടത്തിയ കൃത്രിമങ്ങൾ നാടിന് അംഗീകരിക്കാൻ കഴിയാത്തതെന്ന് മന്ത്രി K രാജൻ. ജനാധിപത്യ വിരുദ്ധമായ സംഭവത്തിൽ വ്യക്തമായ പരിശോധനയും നടപടിയും വേണം. മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ടെന്നും മന്ത്രി. സുരേഷ് ഗോപിയുടെ വിജയം കുറച്ചു കാണിക്കാനും തൃശൂരിലെ വോട്ടർമാരെ അപമാനിക്കാനുമാണ് UDFും LDFും ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. സുരേഷ് ഗോപിയുടേത് സമാനതകളില്ലാത്ത രാഷ്ട്രീയ വിജയം. തൃശൂർ പരാജയത്തിന്റെ ഷോക്കിൽ നിന്ന് ഇരു മുന്നണികളും മുക്തരായിട്ടില്ലെന്നും MT രമേശ്. കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MPയുമായ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി. തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയത് KSU നേതാവ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ വ്യാജ കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്ത ശേഷം മന്ത്രിയെ മണ്ഡലത്തിൽ കണ്ടിട്ടില്ല. പരാതിക്ക് പിറകെ സുരേഷ് ഗോപിയുടെ ചേറൂരിലെ MP ഓഫീസിന് പോലീസ് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തി. സ്ത്രീകൾ സമൂഹത്തിന്റെ വിളക്കാകണമെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. അടുക്കളയിൽ ഒരുങ്ങിക്കൂടാതെ ജനസേവനത്തിന് സ്ത്രീകൾ സമയം കണ്ടെത്തണം. മണ്ണൂരിൽ മഹിളാ സംഘം പഞ്ചായത്ത് കൺവെൻഷൻ. സിസ്റ്റത്തിലെ പിഴവ്. ചിറ്റൂർ വിളയോടിപ്പുഴയിലെ ചുഴിയിൽ മുങ്ങി മരിച്ച യുവാക്കളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടുനൽകാൻ വൈകിയത് പ്രതിഷേധത്തിനിടയാക്കി. ചിറ്റൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ പരിചയസമ്പന്നരായ ജീവനക്കാരില്ലാത്തത് പ്രതിസന്ധിയായി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വോട്ടർ പട്ടിക അട്ടിമറി. രാഹുലിൻ്റെ വെളിപ്പെടുത്തലുകൾ സ്ഫോടനാത്മകമെന്ന് MA ബേബി. BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തോന്നിവാസങ്ങൾ കാണിക്കുകയാണെന്നും ബീഹാർ വോട്ടർ പട്ടിക പുനർരൂപീകരണത്തിൽ SIR എടുക്കുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളോട് ചർച്ച നടത്തണമായിരുന്നുവെന്നും MA ബേബി തൃശ്ശൂരിൽ പറഞ്ഞു. വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാഹുലിൻ്റെ വെളിപ്പെടുത്തലുകൾ സ്ഫോടനാത്മകമാണെന്ന് MA ബേബി പറഞ്ഞു. BJP ഭരണത്തിൻ്റെ അനുബന്ധത്തെ പോലെയാണ് കമ്മീഷൻ പെരുമാറുന്നത്. BLOമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. 2 ദിവസമെങ്കിലും താമസിച്ചവരുണ്ടെങ്കിൽ അവരെയും ഉൾപ്പെടുത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന നിർദ്ദേശം. ഒരു ഭാഗത്ത് ആളുകളെ ഒഴിവാക്കുന്നു, മറ്റൊരു ഭാഗത്ത് ആളുകളെ ഉൾപ്പെടുത്തുന്നു. ഈ കാര്യങ്ങൾ തൃശ്ശൂരിൽ നടന്നതായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. 30,000-ലധികം വോട്ടുകൾ തൃശ്ശൂരിൽ ചേർത്തു. വ്യാജ മേൽവിലാസങ്ങൾ നൽകിക്കൊണ്ടാണ് ചേർത്തത്. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിശദീകരണം നൽകണം. ബീഹാർ വോട്ടർ പട്ടിക പുനർരൂപീകരണവുമായി ബന്ധപ്പെട്ട് SIR എടുക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളോട് ചർച്ച നടത്തണമായിരുന്നുവെന്നും പൊടുന്നനെ പത്രത്തിൽ നിന്നാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞതെന്നും MA ബേബി പറഞ്ഞു. തൃശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലടക്കം നടന്നതായി ഇപ്പോൾ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. 30,000-ലധികം വോട്ടുകൾ കൃത്രിമമായി ഇവിടെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ചേർത്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് അവർ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തെ തൊട്ടുകിടക്കുന്ന വ്യത്യസ്ത അസംബ്ലി മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്തു. തൃശ്ശൂർ ഈ നഗരത്തിൽ വന്നും അവർ വോട്ട് ചെയ്തു, വ്യാജ മേൽവിലാസങ്ങൾ നൽകിക്കൊണ്ട്. ഇത് വളരെ വിശ്വാസയോഗ്യമായി മനസ്സിലാക്കിയ ഒരു കാര്യം ഒരു വിമർശനമായിട്ട് ഉന്നയിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ വസ്തുതകൾ നിങ്ങളാണ്, മാധ്യമങ്ങളാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇത് സംബന്ധിച്ച് വിശദീകരണങ്ങൾ നൽകാനും. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. തൃശ്ശൂരിൽ വോട്ടർ പട്ടികയിൽ നടത്തിയ കൃത്രിമങ്ങൾ നാടിനെ അംഗീകരിക്കാൻ കഴിയാത്തതെന്ന് മന്ത്രി K രാജൻ. വ്യക്തമായ പരിശോധനയും നടപടിയും വേണം. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകേണ്ടി വരുമെന്നും മന്ത്രി തൃശ്ശൂരിൽ പറഞ്ഞു. വോട്ടർ പട്ടിക കൃത്രിമവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന കാര്യങ്ങൾ ഗൗരവമായി പരിശോധിക്കണമെന്ന് മന്ത്രി K രാജൻ ആവശ്യപ്പെട്ടു. ഇത്തരം കൃത്രിമങ്ങൾ നാടിന് അംഗീകരിക്കാൻ കഴിയാത്തതും ജനാധിപത്യ വിരുദ്ധവുമാണ്. പരിശോധനയും ശക്തമായ നടപടിയും വേണം. ആർക്കും നിശബ്ദത പാലിക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകേണ്ടി വരും. ശരിയായ നിലപാട് സ്വീകരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും ഇല്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾ നേരിടേണ്ടി വരുമെന്നും K രാജൻ വ്യക്തമാക്കി. അല്ല, ഒരു കാരണവശാലും അത്തരത്തിലുള്ള കൃത്രിമങ്ങൾ നാടിന് ജനാധിപത്യപരമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തതാണെന്ന് ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ കാണുകയും കൃത്യതയോടുകൂടി അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ കർശനമായി പരിശോധിക്കപ്പെടുകയും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാകുകയും വേണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വസ്തയെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ ആ ആരോപണങ്ങൾ ഉയർന്നു.
പല ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായി ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് പല വിധത്തിലുള്ള വിദഗ്ധന്മാർ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. വോട്ടർ പട്ടികയിൽ കൃത്രിമങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ധാരാളമായിട്ടുള്ള തെളിവുകൾ നാട്ടിലുണ്ടാകുന്നു. ഇതെല്ലാം വളരെ ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. ആ ഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഏറ്റവും കൃത്യതയോടെ ആ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ആ അഭിപ്രായത്തിൽ തന്നെ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം മാറ്റേണ്ട സാഹചര്യമൊന്നും പ്രത്യേകമായിട്ടില്ല. ആ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. സുരേഷ് ഗോപിയുടെ വിജയം കുറച്ചു കാണിക്കാനും തൃശ്ശൂരിലെ വോട്ടർമാരെ അപമാനിക്കാനുമാണ് UDFും LDFും ശ്രമിക്കുന്നതെന്ന് BJP നേതാവ് MT രമേശ്. സുരേഷ് ഗോപിയുടേത് സമാനതകളില്ലാത്ത രാഷ്ട്രീയ വിജയമാണെന്നും MT രമേശ് തൃശ്ശൂരിൽ പറഞ്ഞു. ഇപ്പം ഞങ്ങൾ ക്രമക്കേട് നടത്തിയിട്ടാണ് ജയിച്ചത് എന്ന് പറയുന്നതിൻ്റെ എന്ത് അടിസ്ഥാനമാണുള്ളത്? അത് പരാജയത്തിൻ്റെ ഞെട്ടൽ നിന്ന് വിമുക്തമാവാത്തത് കൊണ്ടാണ് അടിയന്തരമായി ഇവരെയെല്ലാം ചികിത്സയ്ക്ക് വിധേയമാക്കണം. നമ്മുടെ നാട്ടിൽ ചില രോഗങ്ങളുണ്ട്, അങ്ങനെ യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ചില രോഗങ്ങളുണ്ട്. തൃശ്ശൂരിലെ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർക്ക് സംഭവിച്ചിട്ടുള്ളത് ഈ രോഗമാണ്. ആ രോഗത്തിന് ഞങ്ങളുടെ കയ്യിൽ ചികിത്സയില്ല. വൈദ്യശാസ്ത്രത്തിൽ എന്തെങ്കിലും ചികിത്സയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഈ CPIയുടെയും CPMൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ അടിയന്തരമായി ആ ചികിത്സയ്ക്ക് വിധേയമാകാൻ തയ്യാറാകണം. സിസ്റ്റത്തിലെ പിഴവ്. ആശുപത്രി മോർച്ചറിയിൽ പരിചയസമ്പന്നരായ ജീവനക്കാരില്ല. ചിറ്റൂർ വിളയോടിപ്പുഴയിലെ ചുഴിയിൽ അകപ്പെട്ടു മരിച്ച യുവാക്കളുടെ മൃതദേഹം വിട്ടുനൽകാൻ വൈകിയത് മണിക്കൂറുകൾ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നടപടിക്രമങ്ങൾ ഏറെ നേരം വൈകിയത് പ്രതിഷേധത്തിനിടയാക്കി. കഴിഞ്ഞ ദിവസമാണ് കോയമ്പത്തൂരിലെ കോളേജിലെ വിദ്യാർത്ഥികളായ രാമേശ്വരം സ്വദേശി ശ്രീഗൗതം, നെയ്വേലി സ്വദേശി അരുൺകുമാർ എന്നിവർ വിളയോടി ഷൺമുഖം കോസ്വേയിലെ ഗർത്തത്തിൽ കുടുങ്ങി മരിച്ചത്. വിളയോടി കോസ്വേയിലെ ചുഴിയിലൂടെ ഗർത്തത്തിൽ കുടുങ്ങി മരിച്ച ശ്രീഗൗതം, അരുൺകുമാർ എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്നലെ തന്നെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. രാവിലെ 9:30 ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി 10:30 പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയെങ്കിലും മൃതദേഹം വിട്ടുനൽകാനായില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം തുന്നിക്കെട്ടി പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുന്ന അറ്റൻഡർമാർ മോർച്ചറിയിൽ ജീവനക്കാരായി ഇല്ലാത്തതായിരുന്നു കാരണം. ഒരു ജൂനിയർ ഡോക്ടറും പരിചയമില്ലാത്ത 2 ജീവനക്കാരും മണിക്കൂറുകളെടുത്ത് 10:30 പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹങ്ങൾ വിട്ടു നൽകിയത് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ്. ആദ്യം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ അരുൺകുമാറിൻ്റെ മൃതദേഹം വിട്ടു നൽകിയെങ്കിലും തുന്നലിളകി ചോര വന്നതിനാൽ വീണ്ടും മോർച്ചറിയിലേക്ക് കയറ്റേണ്ടി വന്നു. മൃതദേഹം വിട്ടുകിട്ടാൻ വൈകിയത് ആശുപത്രിയിലെത്തിയ മരണപ്പെട്ടവരുടെ ബന്ധുക്കളിൽ പ്രതിഷേധമുണ്ടാക്കി. ആരോഗ്യവകുപ്പിൻ്റെ സിസ്റ്റത്തിലെ പിഴവാണ് മൃതദേഹത്തോടുള്ള അനാദരവിനിടയാക്കിയതെന്ന് ആശുപത്രിയിലെത്തിയ പ്രദേശവാസികളും ആരോപിച്ചു. മന്ത്രി കെ കൃഷ്ണൻകുട്ടി, DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ തുടങ്ങിയവരും ആശുപത്രിയിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്കും വേണം മതേതര ഇന്ത്യ. ആഗസ്റ്റ് 15 ഒറ്റപ്പാലത്ത് നടത്തുന്ന സമരസംഗമത്തിൻ്റെ ഭാഗമായി DYFI മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. DYFI മുൻ ബ്ലോക്ക് സെക്രട്ടറി T. ഷിബു ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന കാലോചിതമായ മുദ്രാവാക്യം ഉയർത്തിക്കുറിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ 78 വർഷങ്ങൾ പിന്നിടുന്ന ഓഗസ്റ്റ് മാസം 15 വൈകുന്നേരം 4 മണിക്ക് ഒറ്റപ്പാലത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്ന കൊട്ടക്കുന്നിൽ നടന്ന സ്വീകരണ യോഗം A മുഹമ്മദ് മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഇതായിരിക്കണം ഈ നാടിനോട് ആദ്യമായി DYFI വിളിച്ചു പറയാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. ഈ നാടിനകത്ത് ബാധിക്കുന്ന, ഈ നാടിനകത്ത് യുവജനങ്ങളെ ബാധിക്കുന്ന ആദ്യത്തെ മുദ്രാവാക്യം. അങ്ങനെയാണ് നാം ഈ നാടിനോട് വിളിച്ചു പറയാൻ വേണ്ടി പോകുന്നത്. അതാണ് ആദ്യത്തെ മുദ്രാവാക്യം. രണ്ടാമത് നാം ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്നുള്ളതാണ്. എന്താണ് മതേതരത്വം? മതേതരത്വത്തിന്റെ വർണ്ണശബളമായ വർത്തമാനകാല അനുഭവത്തിൽ നിന്നും മതവർഗീയതയുടെ ഉറപ്പിലേക്ക് ജനതയെ വെട്ടിമുറിക്കാൻ ഒരുമിട്ടുന്ന നെറികെട്ട RSSന്റെ അജണ്ടകൾക്കനുസരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മാറ്റി തീർക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് നാം മതേതരത്വത്തെ കുറിച്ച് നാടിനോട് വിളിച്ചു പറയാൻ വേണ്ടി പോകുന്നത്. P. അനീഷ് അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ അബ്ദുൽ മുത്തലവി, A മുഹമ്മദ് മുസ്തഫ, OV സ്വാമിനാഥൻ, A ബൾക്കീസ്, K സൈദലവി, P വിപിൻ കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജാഥ ക്യാപ്റ്റൻ അബ്ദുൽ മുത്തലിയെ ഹാരാർപ്പണം നടത്തി. അബ്ദുൽ മുത്തലി ജാഥ ക്യാപ്റ്റനും സൂര്യ വൈസ് ക്യാപ്റ്റനും ആസീസ് ജാഥ മാനേജറുമായുള്ള സംഘമാണ് ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത്. സ്വീകരണ കേന്ദ്രങ്ങളിൽ വൻ ജനപങ്കാളിത്തമാണ് കാണാനിടയായത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. DYFI ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏരിയയിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 15
അനങ്ങനടിയിൽ സംഘടിപ്പിക്കുന്ന സമരസംഗമത്തിൻ്റെ പ്രചരണാർത്ഥമായാണ് ജാഥ നടത്തിയത്. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യവുമായാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വയ്ക്കുന്നത്. ഡിവൈഎഫ്ഐ ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ കാൽനട പ്രചരണ ജാഥയാണ് ഞായറാഴ്ച രാവിലെ ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ പരിസരത്തു നിന്നും ആരംഭിച്ചത്. ആദ്യ സ്വീകരണ യോഗത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ശലീഷ സംസാരിച്ചു. ആ 78 വർഷം പൂർത്തിയായിരിക്കുമ്പോഴും നമുക്ക് നേടിത്തന്ന ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ കൃത്യമായി അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ഇന്നും ഒരു ചോദ്യചിഹ്നമായി നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് സമരസംഗമം എന്ന പേരിൽ ഒരു പരിപാടി ഡിവൈഎഫ്ഐ ഈ വരുന്ന ആഗസ്റ്റ് 15-ാം തീയതി നടത്തുന്നുണ്ട്. അനങ്ങനടിയിൽ വിളിച്ചിട്ടാണ് ആ പരിപാടി നടത്തുന്നത്. ആ പരിപാടിയുടെ പ്രചരണാർത്ഥമാണ് ഇത്തരത്തിലുള്ള ജാഥകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള ജാഥകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാകേഷ് ജാഥ ക്യാപ്റ്റനും MK ഉണ്ണികൃഷ്ണൻ ജാഥ മാനേജറും ശാരിക വൈസ് ക്യാപ്റ്റനുമായ കാൽനട പ്രചരണ ജാഥ ഷൊർണൂരിൽ നിന്നും ആരംഭിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന കാലിക പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ പൊരുത്തുന്ന യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് മാസം 15-ാം തീയതി അനങ്ങനടിയിൽ വെച്ച് ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന തലക്കെട്ടിൽ ഓഗസ്റ്റ് 15-ന് അനങ്ങനടിയിൽ സംഘടിപ്പിക്കുന്ന ഡിവൈഎഫ്ഐ സമര സംഗമത്തിൻ്റെ പ്രചരണാർത്ഥമായാണ് ഏരിയയിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ന്യൂസ് സെൻ്റർ ഷൊർണൂർ. ശനിയാഴ്ച വൈകിട്ട് മുണ്ടായിൽ നിന്നാണ് ഡിവൈഎഫ്ഐ കാൽനട പ്രചരണ ജാഥ ആരംഭിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്തു. മുണ്ടായ സെൻട്രലിൽ നിന്നാണ് കാൽനട പ്രചരണ ജാഥ ആരംഭിച്ചത്. സ്വാതന്ത്ര്യത്തിന് 78 വയസ്സ് തികയുന്ന വേളയിൽ മതരാഷ്ട്രവാദത്തെ ശക്തിപ്പെടുത്തുന്നതിനും കോർപ്പറേറ്റ് മുതലാളിമാരുടെ പക്ഷം ചേർന്ന് സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നതിനും കേന്ദ്ര സർക്കാർ അവസരമൊരുക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം. ബ്ലോക്ക് കേന്ദ്രങ്ങളിലാണ് സമരസംഗമം സംഘടിപ്പിക്കുന്നത്. ഡിവൈഎഫ്ഐ ഷൊർണൂർ മുനിസിപ്പൽ കാൽനട പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം മുണ്ടായ സെൻട്രൽ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് നിർവഹിച്ചു. ഇന്ത്യയുടെ തലസ്ഥാനത്തേക്ക് ട്രാക്ടർ ഓടിച്ചുപോയി ഐതിഹാസികമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് നൂറുകണക്കിന് കർഷകർ തെരുവിൽ മരിച്ചു വീണത് ഈ നരേന്ദ്രമോദിയുടെ കാലത്താണ്. കോൺഗ്രസ് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് BJP രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത് ഇനി ഒരു കർഷകന്റെ മരണവും നമ്മുടെ രാജ്യത്തുണ്ടാവില്ല എന്നായിരുന്നു. ഒരു കർഷകനും ഇങ്ങനെ അവന്റെ ഉൽപ്പന്നത്തിന് വില ലഭിക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടുണ്ടാവില്ല എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാ BJP. അന്നവർ പറഞ്ഞു ഒരു കർഷകൻ അവരുടെ ഉൽപ്പന്നത്തിന് എത്ര രൂപയാണോ ചെലവഴിക്കുന്നത് അത്രയും രൂപയും അതിൻ്റെ പകുതിയും മിനിമം സപ്പോർട്ടിംഗ് പ്രൈസായി, അതായത് താങ്ങുവിലയായി ഞങ്ങൾ നിർണയിച്ചു കൊടുക്കും എന്നാണ്. CPM ലോക്കൽ കമ്മിറ്റി അംഗം ടി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ മുണ്ടായ യൂണിറ്റ് സെക്രട്ടറി പി ശ്രീജേഷ് സ്വാഗതം പറഞ്ഞു. CPM ഏരിയ കമ്മിറ്റി അംഗം പി സിന്ധു, നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ND ദിൻഷാദ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് പട്ടത്ത്, M നാരായണൻ, ഉണ്ണിനന്ദനൻ, ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ശലീഷ, മേഖലാ സെക്രട്ടറി MK ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് പോൾ, MP ശോഭ, KU വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ C രാകേഷിന് സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പതാക കൈമാറി. ന്യൂസ് സെന്റർ ഷൊർണൂർ. കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MPയുമായ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ വ്യാജ കേസിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്ത ശേഷം മന്ത്രിയെ മണ്ഡലത്തിൽ കണ്ടിട്ടേയില്ലെന്നും പരാതിയിൽ പറയുന്നു. പരാതിക്ക് പിന്നാലെ സുരേഷ് ഗോപിയുടെ തൃശൂർ ചേറൂരിലെ ഓഫീസിന് പോലീസ് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തി. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പൊതുജനങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ആവർത്തിച്ചുന്നയിക്കുന്ന പരാതിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ മണ്ഡലത്തിൽ കാണാനില്ല എന്നുള്ളത്. BJP പ്രവർത്തകർക്കിടയിൽ പോലും ഇതേ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് KSU ജില്ലാ പ്രസിഡന്റും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകുന്നത്. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്ത് ജയിലിലടച്ച സംഭവത്തിന് ശേഷം മന്ത്രിയെ മണ്ഡലത്തിൽ കാണാനില്ലെന്നും തിരോധാനത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നുമാണ് KSU നേതാവിന്റെ പരാതിയിലെ ആവശ്യം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ വ്യാജ
മനുഷ്യക്കടത്ത് ആരോപണം ഉന്നയിച്ച് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയം. ഇതിനുശേഷം ഇദ്ദേഹത്തെ ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കാണാനില്ലാത്തൊരവസ്ഥയാണ്. ഈ പറയുന്ന രീതിയിൽ തൃശൂർ പാർലമെന്റിൽ ഈ പറയുന്ന ക്രിസ്ത്യൻ ഭവനങ്ങളിൽ നിരന്തരമായി ക്രിസ്മസിന് കേക്ക് വിതരണം ചെയ്യാനായിട്ട് പോയിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഈ ഇലക്ഷൻ സമയത്ത് വോട്ട് നേടുന്നതിന് വേണ്ടി ലൂർദ് പള്ളിയിലെ മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കുക, ഈ ക്രിസ്ത്യൻ ഭവനങ്ങൾ കേന്ദ്രീകരിച്ച് വർക്ക് നടത്തുക, അല്ലെങ്കിൽ അങ്ങനെ വോട്ട് നേടാൻ വേണ്ടി ക്രിസ്ത്യൻ ഈ പറയുന്ന ഒരു മതവിഭാഗത്തെ ഇത്രയധികം സ്വാധീനിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തി ഇത്രയും വലിയൊരു വിഷയം, ഈ ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തെ വേട്ടയാടുന്ന രീതിയിലേക്ക് ഛത്തീസ്ഗഡിലെ BJP ഗവൺമെന്റ് മുന്നോട്ട് പോയപ്പോൾ അതിനെതിരെ ഒരു പ്രതികരണം പോലും ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ നടത്താൻ പോലും തയ്യാറാവാതെ ഇത്തരത്തിൽ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു MP-യും കേരളത്തിൽ നിന്ന് ഒരു സഹമന്ത്രി കൂടിയായിട്ടുള്ള ഒരു വ്യക്തി മുന്നോട്ട് പോയപ്പോഴാണ് ഇദ്ദേഹം എവിടെയാണ് അല്ലെങ്കിൽ എവിടെയാണ് ഉള്ളതെന്നുള്ള ഒരു അന്വേഷണവുമായി KSU ജില്ലാ കമ്മിറ്റി മുന്നോട്ട് പോയത്. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇമെയിൽ മുഖേനയാണ് ഗോകുൽ പരാതി നൽകിയത്. പരാതിക്ക് പിന്നാലെ തൃശൂരിലെ MP-യുടെ ഓഫീസിന് പോലീസ് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തി. വരും ദിവസങ്ങളിൽ സുരേഷ് ഗോപിക്കെതിരെ പോസ്റ്റർ പ്രചരണം ഉൾപ്പെടെയുള്ള ക്യാമ്പയിന് തുടക്കമിടാനും KSU തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം കന്യാസ്ത്രീകൾക്കെതിരായ കേസിലും തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിലുമടക്കം പ്രതികരിക്കാൻ സുരേഷ് ഗോപി ഇതുവരെ തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്ത്രീകൾ അടുക്കളയിൽ ഒതുങ്ങിക്കൂടാതെ ജനസേവനത്തിനു കൂടി സമയം കണ്ടെത്തണമെന്ന് CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. മണ്ണൂരിൽ നടന്ന മഹിളാ സംഘം പഞ്ചായത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കാരണം ഇന്ന് സമൂഹം നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ അത് പുരുഷ സമൂഹം മാത്രം അതിൽ ഇടപെടൽ നടത്തുന്നു എന്നുള്ളത് മാറ്റിവെച്ചാൽ സ്ത്രീക്കും ഓരോ സ്ത്രീകൾക്കും പ്രാദേശികമായും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഏത് വിഷയത്തിലാണെങ്കിലും അത് ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം സ്ത്രീകളും അതിൽ അത്തരത്തിലുള്ള ഒരു സമീപനം ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ, നമുക്ക് ലഭിക്കുന്ന പദവികൾ, ആ പദവികൾ കൃത്യമായി നിർവഹിക്കണം. ആ പദവി ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് മെമ്പർമാരായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായും ഒക്കെ തന്നെ കടന്നു വരുന്ന വനിതകൾ. പ്രസിഡന്റ് സത്യഭാമ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട സുമലതയെ മഹിളാ സംഘം ഭാരവാഹികൾ ചടങ്ങിൽ ആദരിച്ചു. മണ്ഡലം സെക്രട്ടറി KV ബാബു, ലോക്കൽ സെക്രട്ടറി N തങ്കപ്പൻ, P ബാബു, പിഞ്ചു എന്നിവർ സംസാരിച്ചു. ദർശനമോൾ സ്വാഗതവും സെലീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. യുവാവിനെ ഇരുമ്പ് ലിവർ കൊണ്ട് ആക്രമിച്ച കേസിൽ ഒരാൾക്കെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. ദേശമംഗലം തലശ്ശേരി സ്വദേശി മോഹനന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ദേശമംഗലം പഞ്ചായത്തിലെ തലശ്ശേരി സ്വദേശി മോഹനന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 തലശ്ശേരി മില്ലുപടിയിൽ വെച്ച് ഷിഹാബ് എന്നയാളെയാണ് ഇരുമ്പ് ലിവർ കൊണ്ട് ആക്രമിച്ചുവെന്നാണ് പരാതി. തലയിലേക്ക് വീശിയ ഇരുമ്പ് ലിവറിൽ നിന്ന് ഒഴിഞ്ഞുമാറിയതിനാൽ നെറ്റിയുടെ ഇടതുവശത്ത് പരിക്കേറ്റ മോഹനെ തൃശൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലവെട്ടിച്ചില്ലായിരുന്നെങ്കിൽ തലയോട്ടി പൊട്ടി മരണം സംഭവിക്കുമായിരുന്നുവെന്ന് മോഹനൻ പോലീസിന് മൊഴി നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട് ചെറുതുരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഓങ്ങല്ലൂർ വില്ലേജ് സമ്മേളനം ഓങ്ങല്ലൂർ EMS സ്മാരക മന്ദിരത്തിൽ നടന്നു. പൂക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗം ചിത്ര ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഓങ്ങല്ലൂർ വില്ലേജ് സമ്മേളനം ഞായറാഴ്ച ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. പൂക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗം CP ചിത്ര ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം 1981 അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രൂപം കൊള്ളുന്നത്. സംഘടന റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോഴേ സഹവാനങ്ങളെ പറ്റിയൊക്കെ പറയും. അതിനു മുമ്പ് തന്നെ എത്രയോ പെൺകരുത്തിൻ്റെ മാതൃകകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അവരൊക്കെ പല തരത്തിലുള്ള കൂട്ടച്ചേരലുകളും നടത്തിയിരുന്നു. അത്തരത്തിലുള്ള ഒരുപാട് പേരുടെ ശ്രമഫലമായിട്ടാണ് ഇത്തരത്തിലൊരു അഖിലേന്ത്യാ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം അംഗസംഖ്യയുള്ള സ്ത്രീകളുടെ പ്രസ്ഥാനമായിട്ട് വില്ലേജ് പ്രസിഡന്റ് സതീദേവി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ആനന്ദവല്ലി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. രതി ഗോപാലകൃഷ്ണൻ, രമ, പ്രജിത, മാലതി, പുഷ്പലത, സതി, ഷിജില, ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട്ടെ എക്സൈസ് ജീവനക്കാരുടെ കുടുംബസംഗമവും 29ാമത് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലാ എക്സൈസ് എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെയും കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷന്റെയും എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തസ്രാക്കിലെ OV വിജയൻ സ്മാരക ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. 4, 7, 10, 12 എന്നീ ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ എക്സൈസ് വകുപ്പിലെ അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും
തുടർന്ന് കുടുംബസംഗമവും നടത്തി. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി VP മഹേഷ് സ്വാഗതം പറഞ്ഞു. എക്സൈസ് എംപ്ലോയീസ് സഹകരണ സംഘം പ്രസിഡന്റ് MN സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. പാലക്കാട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വിനീത് രവി, കേരള സ്റ്റേറ്റ് എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ KR അജിത്ത്, അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TB ഉഷ, ജില്ലാ സെക്രട്ടറി V കലാധരൻ, പ്രസിഡന്റ് C സുഭാഷ്, K ജഗജിത്ത്, N സുനിത തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബസംഗമത്തോടനുബന്ധിച്ച് പ്രണവം ശശി നയിച്ച കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭ 23-ാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗണേശഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ നന്ദകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭ 23-ാം വാർഡ് വികസന സമിതിയും ഗണേശഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായാണ് ഞായറാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗണേശഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു ക്യാമ്പ്. ഷൊർണൂർ നഗരസഭാ കൗൺസിലർ നന്ദകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഭാഗമായി ആരോഗ്യമിത്ര പദ്ധതിയും അതുപോലെ തന്നെ ഗണേശഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിൻ്റെ അവരുടെ ഈ നാടിനോടുള്ള പ്രതിബദ്ധത, ഒരുപാട് പരിപാടികൾ NSS കഴിഞ്ഞ കാലങ്ങളിൽ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്താറുണ്ട്. അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഗണേശഗിരി സ്കൂള് അവർ ഒന്നും കൂടി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ക്യാമ്പ് സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ സുരേഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കണ്ണാശുപത്രി PRO പ്രിൻസ് പദ്ധതി വിശദീകരണം നടത്തി. അധ്യാപിക ഹസൻ ബാനു, VK സതീശൻ, ഡോക്ടർ അനുപമ, സുധീർ മാസ്റ്റർ, സരിത, രാജ്കുമാർ എന്നിവർ സംസാരിച്ചു. ഉച്ചവരെ നടന്ന ക്യാമ്പിന് ഡോക്ടർ അനുപമ നേതൃത്വം നൽകി. 100ഓളം പേർ ചികിത്സ തേടി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തക യോഗവും മെമ്പർഷിപ്പ് വിതരണവും ചെറുതുരുത്തിയിൽ നടന്നു. AKTA വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി MT രമ്യ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് വിതരണവും പ്രവർത്തക യോഗവും നടന്നു. ചെറുതുരുത്തി യൂത്ത് വെൽഫെയർ സെന്ററിൽ നടന്ന യോഗം അസോസിയേഷൻ വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി MT രമ്യ ഉദ്ഘാടനം ചെയ്തു. ഒരു പരിധി വരെ അതെല്ലാ വളർച്ചയും ഒപ്പെത്തി. അതിൻ്റെ ഭാഗമായി നമുക്ക് വാർഷിക സാന്ത്വന പദ്ധതിയുടെ എമൗണ്ട് കുറച്ചു. ഇനി വരും കാലയളവുകളിൽ സാന്ത്വന പദ്ധതിയിലേക്ക് അങ്ങോട്ട് പൈസ കൊടുക്കാതെ ഇങ്ങോട്ട് നമുക്ക് ആനുകൂല്യം കിട്ടുന്ന രീതിക്ക് ആ വളർച്ചയെ നമ്മളൊപ്പം നിർത്തി പോരാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ഇവിടെ ഓഫീസിൽ ഓഗസ്റ്റ് 1-ാം തീയതി ടൈലർ ടച്ചിൻ്റെ TLT ഉൽപ്പന്നത്തിൻ്റെ ഒരു കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓഫീസിലാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനെ ഇപ്പോൾ വന്ന പ്രൊഡക്റ്റൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പർച്ചേസ് ചെയ്ത് വന്നിട്ടുണ്ട്, പ്രൊഡക്റ്റ് എത്തിയിട്ടില്ല. അതിൻ്റെ ഭാഗമായി ആ ഒരു ദിവസങ്ങളിൽ നമ്മൾ ഓഫീസ് തുറന്നിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾ അംഗങ്ങളെയൊക്കെ സംഘടിപ്പിച്ച് അവിടെ വരിക. ടൈലർ ടച്ചിൻ്റെ രീതി അങ്ങനെയാണ് പോകുന്നത്. ചടങ്ങിൽ അംഗത്വ വിതരണവും ഉണ്ടായിരുന്നു. ഏരിയ പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. മറ്റു ഭാരവാഹികളായ AP സൗദാമിനി, VV ശാന്തി, PR സരള, C രതി, M ദാമോദരൻ, KV നീലിന, M സുശീല തുടങ്ങിയവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി KV രജനി സ്വാഗതവും ട്രഷറർ CR ബിന്ദു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. DFI മുണ്ടായ യൂണിറ്റ് കമ്മിറ്റി നിർമ്മിച്ച ബസ് വെയിറ്റിംഗ് ഷെഡ് നാടിന് സമർപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് V വസീഫ വെയിറ്റിംഗ് ഷെഡ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ കൂട്ടുകലാവേദിയിലെ നാടൻ പാട്ട് കലാകാരനായിരുന്ന നിജിലിൻ്റെയും DYFI മുണ്ടായ യൂണിറ്റ് കമ്മിറ്റി അംഗമായിരുന്ന ജിഷ്ണുവിൻ്റെയും പേരിലാണ് മുണ്ടായയിൽ ബസ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചത്. DYFI മുണ്ടായ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉദ്ഘാടനം ചെയ്തു. DYFI ബ്ലോക്ക് സെക്രട്ടറി C രാഗേഷ്, മേഖലാ സെക്രട്ടറി MK ഉണ്ണികൃഷ്ണൻ, CPM ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, T മുരളീധരൻ, രാജേഷ് പട്ടത്ത്, കൗൺസിലർമാരായ P ജിഷ, K രാജലക്ഷ്മി, T ലത, DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം MP ശോഭ,
KU വിവേക, T അജിൽ, P ശ്രീജേഷ്, K ഷിമ, P ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അഹ്മദിയ വയോജന സംഘടനാ പ്രാദേശിക സമ്മേളനം പാഞ്ഞാൾ വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ നടന്നു. സമ്മേളനം തൃശൂർ ജില്ലാ വയോജന സംഘം പ്രസിഡന്റ് ഹബീബുള്ള ഉദ്ഘാടനം ചെയ്തു. അഹ്മദിയ വയോജന സംഘടനയായ മജ്ലിസ് അൻസാറുള്ളയുടെ പ്രാദേശിക സമ്മേളനമാണ് പാഞ്ഞാൾ വല്ലങ്കിപ്പാറ മസ്ജിദ് ഹാദിയിൽ നടന്നത്. പ്രാദേശിക വയോജന സംഘടനാ പ്രസിഡന്റ് T റാഷിഖ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ചേലക്കര അഹമ്മദിയ യുവജന സംഘടനാ പ്രസിഡന്റ് അഹമ്മദ് ഫസദ്, ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് PA മുഹമ്മദ് കാസിം, അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മിഷണറി മൗലവി മുഹമ്മദ് സലീം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇസ്ലാം ആവിർഭവിക്കുന്ന ആ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ അറബികളിൽ അന്ന് ഇസ്ലാം, അതായത് ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തെ കുറിച്ച് വളരെ അന്ധകാരം നിറഞ്ഞൊരു കാലഘട്ടമാണ്. കരയും കടലും ഒരേപോലെ അക്രമം വ്യാപിച്ചിരുന്ന ഒരു കാലഘട്ടം എന്നാണ് വിശേഷിപ്പിച്ചത്. ആ കാലഘട്ടത്തിലാണ് അന്ന് മക്കയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമുക്കൊരു വളരെ വിലകെട്ടാവുന്ന ആളുകൾ മാത്രമാണ് വിദ്യാഭ്യാസം ചിന്തിച്ചവരായിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. വിശുദ്ധ ഖുർആന്റെ ആദ്യത്തെ ആയത്തിനെ നമുക്കറിയാം, നീ വായിക്കുക നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ. പ്രസ്തുത സമ്മേളനത്തിൽ വാർഷിക റിപ്പോർട്ട് അവതരണം T റിയാസ് അഹമ്മദ് നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ശക്തമായ മഴയിൽ പാതയിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കി ഗതാഗതം സുഗമമാക്കി BJP കുളപ്പുള്ളി പാറക്കുളം ഏരിയ കമ്മിറ്റി. ശ്രമദാനം BJP ബൂത്ത് പ്രസിഡന്റ് KK മനോജ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ പ്രദേശത്തെ പാതകളിൽ മണ്ണടിഞ്ഞ് ഗതാഗതം ക്ലേശകരമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് BJP ഏരിയ കമ്മിറ്റി ശ്രമദാനവുമായി രംഗത്ത് വന്നത്. മണ്ണും ചരലും നീക്കി റോഡുകൾ BJP പ്രവർത്തകർ സഞ്ചാരയോഗ്യമാക്കി. ബൂത്ത് പ്രസിഡന്റ് KK മനോജ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PK സുഭാഷ്, ജനറൽ സെക്രട്ടറി സുചിത്ര വിനോദ്, രഞ്ജിത്ത്, മെബിൻ മോഹൻ, രാധാകൃഷ്ണൻ PK, PC സുജിത്ത്, ധന്യ സജീവ്, രാജി സുഭാഷ്, നിഷ അർജുൻ, സുജാത ഹരി, PK വിഷ്ണു, സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. ഏരിയയിൽ അടിയന്തരമായി ചെയ്യേണ്ട സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് യുവാക്കളെ ഉൾക്കൊള്ളിച്ച് റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിക്കാൻ തീരുമാനിച്ചതായി പ്രസിഡന്റ് PK സുഭാഷ് അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവ് ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന മഹാഗണപതി ഹോമം, വിശേഷാൽ ഭഗവത് സേവ, ഭഗവതിക്ക് പൂമൂടൽ എന്നിവ ഞായറാഴ്ച നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ മനക്കൽ കുമാരി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഓങ്ങല്ലൂർ ശ്രീ കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന വിശേഷാൽ ഭഗവത് സേവ, മഹാഗണപതി ഹോമം, ഭഗവതിക്ക് പൂമുടൽ എന്നീ ചടങ്ങുകൾ ഞായറാഴ്ച രാവിലെ നടന്നു. തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ മനക്കൽ കുമാരസ്വാമി നമ്പൂരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഒൻപതിന് വൈകിട്ട് തുടങ്ങിവെച്ച ചടങ്ങുകൾ 10-ാം തീയതി രാവിലെയാണ് സമാപിച്ചത്. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ മോഹനചന്ദ്രൻ, പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് MP വിജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിശേഷാൽ ചടങ്ങുകളിലും പ്രസാദകൂട്ടിലും നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കല്ലൂർ ശ്രീ പുന്നക്കൂർ ശിവക്ഷേത്രത്തിൽ നിറപുത്തിരി വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ രാവിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം കതിർക്കറ്റുകൾ ഏന്തി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പുമുണ്ടായി. മേൽശാന്തി KS ശ്രീനാഥ്, KS പ്രസാദ്, KS ശിവരാമൻ, മാടമന ശശി എമ്പ്രാന്തിരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കല്ലൂർ ജയൻ, കല്ലൂർ ശബരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള വാദ്യമേളവും ഉണ്ടായിരുന്നു. പുത്തിരി പായസ വിതരണവും കതിർ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണികുളം ചോറോട്ടൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. തന്ത്രി മുണ്ടനാട്ട് മനക്കൽ ശങ്കരൻ നമ്പൂരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു.
വാണികുളം പുലാച്ചിത്ര കിള്ളിക്കാവിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ക്ഷേത്രം മേൽശാന്തി കൃഷ്ണചന്ദ്രൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആനയൂട്ടിന് ശേഷം ഭക്തജനങ്ങൾക്ക് കർക്കിടക കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രാദേശിക മാധ്യമപ്രവർത്തകരെ ആദരിച്ചു. ക്ഷേത്ര മൈതാനിയിൽ നടന്ന ആദര സദസ്സിൽ രാമു ചാത്തനാത്ത്, ക്ഷേത്രം മാനേജർ എം.എ. രാജു, ഓഫീസ് മാനേജർ സുരേഷ്, ട്രഷറർ സുരേന്ദ്രൻ, റോട്ടറി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട്, പൊതുപ്രവർത്തക ഹൈമ, ചെറുതുരുത്തി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മണി ചെറുതുരുത്തി, കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഭാരവാഹികളായ മൊയ്തീൻകുട്ടി, മനോജ്, ജയൻ തുടങ്ങിയവർ സന്നിധരായിരുന്നു. എഴുത്തുകാരിയും അധ്യാപികയുമായ പി.കെ. സാജിദ എഴുതിയ ചെകുത്താൻ്റെ കോട്ട ബാലനോവൽ പ്രകാശനം ലക്കിടിയിൽ നടന്നു. അഡ്വക്കേറ്റ് പ്രേംകുമാർ എം.എൽ.എ. പ്രകാശനം നിർവഹിച്ചു. സാജിദയ്ക്ക് ഇനിയും പുസ്തകങ്ങൾ എഴുതാൻ കഴിയട്ടെ എന്നും എം.എൽ.എ. പറഞ്ഞു. സാജിദയ്ക്ക് പിന്തുണയായി നിരവധി എഴുത്തുകാരും വേദിയിലെത്തി. സാജിദ ടീച്ചറുടെ ചടങ്ങിന് വലിയ ജനക്കൂട്ടവും ജനപ്രതിനിധികളും പങ്കെടുത്തത് എം.എൽ.എ. ചൂണ്ടിക്കാട്ടി. പൊതുസമൂഹം സാജിദയ്ക്കൊപ്പമുണ്ടെന്ന തെളിവാണ് ജനക്കൂട്ടമെന്നും എം.എൽ.എ. പറഞ്ഞു. അലിഖിതമായ വിലക്കുകൾ നാം അറിയാതെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന നിലയിലുണ്ട്. അത്തരത്തിലുള്ള വിലക്കുകളും എല്ലാം ഉള്ള കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആവിഷ്കാരത്തിന്റെ തലത്തിൽ ആ സ്വാതന്ത്ര്യത്തെ ശരിയായ നിലയിൽ ഉപയോഗപ്പെടുത്തുകയും അതിനുള്ള പരിമിതികളെല്ലാം വേഗതയിൽ മുറിച്ചു കിടക്കുകയും ചെയ്യാൻ ശ്രീമതി സാജിദയ്ക്ക് കഴിഞ്ഞു എന്നതാണ് ഇന്നത്തെ ഈ പുസ്തക പ്രകാശനത്തിൽ ഒത്തുചേരുന്നവരുടെ എല്ലാം വലിയ തോതിലുള്ള സന്തോഷത്തിന്റെ കാരണം എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അക്ഷരജാലകം ചീഫ് എഡിറ്റർ ഹുസൈൻ തട്ടത്താഴത്ത് അധ്യക്ഷത വഹിച്ചു. മണ്ണാർക്കാട് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി. മോഹനകൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്രപ്രസാദ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. എഴുത്തുകാരൻ രാജേഷ് മേനോൻ പുസ്തകം പരിചയപ്പെടുത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. സുരേഷ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി. എ. ഷൗക്കത്തിന് നൽകി ആദ്യ വിൽപ്പന നടത്തി. ഒറ്റപ്പാലം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഹനീഫ, തനിമ കലാസാഹിത്യവേദി ജില്ലാ സെക്രട്ടറി സക്കീർ ഹുസൈൻ, വാർഡംഗം കെ. ബാലൻ, BPC വെങ്കടേശ്വരൻ മാസ്റ്റർ, KSTA സെക്രട്ടറി ഗിരീഷ് മാസ്റ്റർ, ബിനോയ് പോൾ മലപ്പുറം, എഴുത്തുകാരൻ TVM അലി, പ്രഭാകരൻ മാസ്റ്റർ, ട്രാഫിക് SI വിനോദ് B. നായർ, ചിത്രകാരി ശ്രീജ പള്ളം എന്നിവർ സംസാരിച്ചു. P.K. സാജിദ സ്വാഗതവും ലക്കിടി AJB സ്കൂൾ പ്രധാനാധ്യാപിക KS ഇന്ദു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മഹാരാഷ്ട്ര തിലക് സർവകലാശാലയുടെ ലോകമാന്യ തിലക് അന്താരാഷ്ട്ര പുരസ്കാരം നേടിയ സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ CM നീലകണ്ഠനെ ഷൊർണൂർ പരുത്തിപ്പുറ സുബ്രഹ്മണ്യ സേവാ സമിതി തൈപ്പൂയ ആഘോഷ കമ്മിറ്റി ആദരിച്ചു. പരുത്തിപ്പുറയിലെ വീട്ടിലെത്തി ഉപഹാരം സമ്മാനിച്ചാണ് ഭാരവാഹികൾ നീലകണ്ഠൻ മാസ്റ്ററെ ആദരിച്ചത്. തൃശൂർ പുത്തൻപീടികയിൽ പനി ബാധിച്ച് വിദ്യാർത്ഥിനി മരിച്ചു. തെയ്കാനത്ത് ബിന്ദുവിൻ്റെ മകൾ 19 വയസ്സുള്ള അലക്സിയാണ് മരിച്ചത്. ചാലക്കുടി സെൻറ്റ് ജെയിംസ് ആശുപത്രിയിലെ ഡിഫാം വിദ്യാർത്ഥിയാണ്. മാറ്റലി. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നെന്ന ആരോപണം UDFും LDFും ശക്തമാക്കിയിരിക്കുന്നു. മണ്ഡലത്തിൽ സ്ഥിര താമസക്കാരല്ലാത്തവരെ വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്നാണ് ഇരു മുന്നണികളുടെയും മുഖ്യ ആരോപണം. തൃശൂരിൽ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മാറ്റലിലേക്ക്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ജനാധിപത്യ വിശ്വാസികളെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തുന്ന ഒരു വലിയ ആരോപണമാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിട്ടുള്ളത്. 2019 2021 തെരഞ്ഞെടുപ്പ് നടന്ന് BJP വിജയിച്ചപ്പോൾ അന്ന് തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഉന്നയിച്ച ഒരു ആരോപണമായിരുന്നു വോട്ടേഴ്സ് ലിസ്റ്റിൽ കള്ളപ്പേരുകൾ ചേർത്ത് വോട്ടുകൾ ഉണ്ടാക്കി ഭൂരിപക്ഷമുണ്ടാക്കുന്ന രീതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ BJPയും ചേർന്ന് നടത്തിയിട്ടുള്ളത് എന്ന്. അപ്പോഴൊക്കെ തെളിവുണ്ടോ എന്ന് ചോദിച്ചിരുന്നവരോട് കൃത്യമായ തെളിവുകളോടുകൂടിയാണ് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. ബൂത്ത് ലെവൽ ഓഫീസർ ചെയ്യേണ്ട പല പണികളും ആണ് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ മറിച്ച് താഴെത്തട്ടിലുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നോ ചെയ്യേണ്ട ഒരു പണിയാണ് ഇപ്പോൾ അവരെ ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ചെയ്യാൻ തോന്നിയത് വളരെ നന്നായത്. കൃത്യമായി അത്
ഇപ്പോൾ രാഹുൽ ഗാന്ധി ഏറ്റെടുത്ത ഈ ഉത്തരവാദിത്വം ഇന്ത്യയിലെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ പിന്തുണ നൽകണം, അത് നിരീക്ഷിക്കണം, അത് പരീക്ഷിക്കണം. ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെയും രാഷ്ട്രീയ പ്രക്രിയയെയും തകർത്തെറിഞ്ഞതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ BJPക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്ത് BJPയുടെ ഏജന്റായി ഒത്തുകളിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അത്യന്തം പ്രതിഷേധാർഹമാണ്. ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ അപമാനമാണ് ഈ സംഭവം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വോട്ടർ പട്ടിക അട്ടിമറി, രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾ സ്ഫോടനാത്മകമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴിവിട്ട് പ്രവർത്തിക്കുന്നു. ബീഹാർ വോട്ടർ പട്ടിക പുനർക്രമീകരണത്തിൽ SIR എടുക്കുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളോട് ചർച്ച നടത്തണമായിരുന്നുവെന്നും MA ബേബി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നടത്തിയ കൃത്രിമങ്ങൾ നാടിന് അംഗീകരിക്കാൻ കഴിയാത്തതെന്ന് മന്ത്രി K രാജൻ. ജനാധിപത്യ വിരുദ്ധമായ സംഭവത്തിൽ വ്യക്തമായ പരിശോധനയും നടപടിയും വേണം. മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ടെന്നും മന്ത്രി. സുരേഷ് ഗോപിയുടെ വിജയം കുറച്ചു കാണിക്കാനും തൃശൂരിലെ വോട്ടർമാരെ അപമാനിക്കാനുമാണ് UDFും LDFും ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. സുരേഷ് ഗോപിയുടേത് സമാനതകളില്ലാത്ത രാഷ്ട്രീയ വിജയം. തൃശൂർ പരാജയത്തിന്റെ ഷോക്കിൽ നിന്ന് ഇരു മുന്നണികളും മുക്തരായിട്ടില്ലെന്നും MT രമേശ്. കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MP യുമായ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി. തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയത് KSU നേതാവ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ വ്യാജ കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്ത ശേഷം മന്ത്രിയെ മണ്ഡലത്തിൽ കണ്ടിട്ടില്ല. പരാതിക്ക് പിറകെ സുരേഷ് ഗോപിയുടെ ചേറൂരിലെ MP ഓഫീസിന് പോലീസ് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തി. സ്ത്രീകൾ സമൂഹത്തിന്റെ വിളക്കാകണമെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. അടുക്കളയിൽ ഒരുങ്ങിക്കൂടാതെ ജനസേവനത്തിന് സ്ത്രീകൾ സമയം കണ്ടെത്തണം. മണ്ണൂരിൽ മഹിളാ സംഘം പഞ്ചായത്ത് കൺവെൻഷൻ. സിസ്റ്റത്തിലെ പിഴവ്. ചിറ്റൂർ വിളയോടിപ്പുഴയിലെ ചുഴിയിൽ മുങ്ങി മരിച്ച യുവാക്കളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടുനൽകാൻ വൈകിയത് പ്രതിഷേധത്തിനിടയാക്കി. ചിറ്റൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ പരിചയസമ്പന്നരായ ജീവനക്കാരില്ലാത്തത് പ്രതിസന്ധിയായി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.